വാട്സാപ്പിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വാട്സാപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇൻ കേസ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ചെന്നിട്ട് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഒരു ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. ഞാൻ ഓൾറെഡി ഒരു 5 ചാനൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന ഡീൽസിൻ്റെ സെപ്പറേറ്റ് ഒരു ചാനൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഓഫർ കാർട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഓൺലൈൻ ഡിസ്കൗണ്ടുകളുടെയും അപ്ഡേറ്റ് തരുന്ന ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ ഫിൻടെക് അപ്ഡേറ്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ്, ബാങ്ക് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആദ്യം തന്നെ കിട്ടുന്നതിനൊക്കെ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റുകൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 5 ചാനൽസിലും ജോയിൻ ചെയ്യാം. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ 𝗙𝗵𝗂𝗀𝗏 ക്രെഡിറ്റ് കാർഡാണ്. ജോയിനിങ് ഫ്യൂം ആനുവൽ ഫ്യൂം ആവശ്യമില്ലാത്ത ഒരു ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ എല്ലാ ട്രാവൽ എക്സ്പെൻസിനും ഹോട്ടൽ ബുക്കിങ്ങിനും എല്ലാം 10% റിവാർഡ് തരുന്ന കാർഡ് കൂടെയാണ്. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കൂടെ ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് കിട്ടും. ആനുവൽ ഫ്യൂം ജോയിനിങ് ഫ്യൂം ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡ് ഓൾവേസ് ഒരു അസറ്റ് ആണ്. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. iOS-ലാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ താഴെ അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഈ ഒരു വിൻഡോയിലേക്ക് വരാനായിട്ട് പറ്റും. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഏറ്റവും മുകളിൽ നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റാറ്റസ് കാണുന്നത് പഴയ പോലെയല്ല. ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ഇടണമെങ്കിൽ ഏറ്റവും മുകളിലൊരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് പറ്റും. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ക്യാമറ ഐക്കൺ എടുക്കുകയാണെങ്കിൽ ഗാലറിയിലേക്ക് ചെന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ഇടാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ആണ് ഇടുന്നതെങ്കിൽ താഴെ ടെക്സ്റ്റ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്തിടുക. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 5 ചാനൽസ് ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിനും താഴെയായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 2 ചാനൽസിന്റെ ഡീറ്റെയിൽ ഉണ്ട്. കൂടാതെ വാട്സ്ആപ്പ് ചാനൽസിൽ വരുന്ന എല്ലാ മേജർ ആയിട്ടുള്ള ചാനൽസ് ഇവിടെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൽ സി ഓൾ എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ചാനൽ കാണാനായിട്ട് പറ്റും, പോപ്പുലർ ആയിട്ടുള്ളത് കാണാൻ പറ്റും, അതുപോലെ പുതുതായിട്ട് വന്ന ചാനൽ കാണാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചാനൽ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ചാനൽസ് എഴുതിയിരിക്കുന്നതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് പറ്റും. അതിൽ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് ചാനൽ എന്ന ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഈ ഒരു പേജിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ ആർക്ക് വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. മാത്രമല്ല ചാനൽ ഇടുന്ന എല്ലാ ആക്ടിവിറ്റിയും 30 ദിവസത്തെ ഹിസ്റ്ററി ആളുകൾക്ക് കാണാനായിട്ട് പറ്റും. 31ാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഡേയിലെ ഹിസ്റ്ററി ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസപ്പിയർ ആയി പോകും. ചാനൽ ആർക്ക് വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ആർക്കും വിസിബിൾ ആയിരിക്കില്ല നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചാനൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ ഒന്നും കാണാനായിട്ട് പറ്റില്ല. നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. അതിന്റെ കുറെ ഗൈഡ് ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫ്രോഡായിട്ട് അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോ വരും. ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എഡിറ്റ് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഇടാൻ പറ്റും. ഇമേജോ സ്റ്റിക്കറോ എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ ചാനലിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് യൂസർ നെയിമും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചാനൽ എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചാനൽ എന്തിനെ പറ്റിയാണോ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ചാനൽ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ചാനൽ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ചാനൽ ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ചാനൽ ലിങ്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ചാനലിലെ ഡീറ്റെയിൽ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. നെയിം അതുപോലെ ഡിസ്ക്രിപ്ഷൻ എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ചാനൽ ഡിലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, ഡിലീറ്റ് ചാനൽ എന്ന ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നതോടുകൂടി ഡിലീറ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ഒരു ചാനൽ ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ ഒക്കെ ഇത്തരത്തിൽ വാട്സ്ആപ്പ് ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സിലേക്കും അതുപോലെ കസ്റ്റമേഴ്സിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് എത്താനായിട്ട് ഈ ഒരു ചാനലിലൂടെ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് താഴത്തുന്ന ആ ഒരു 5 ചാനലിലൂടെയാണ്. ഒരാൾക്ക് എത്ര ചാനൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. മാത്രമല്ല ചാനലിൽ ജോയിൻ ചെയ്തു എന്ന് കരുതി നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല. കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും നമുക്ക് പ്രത്യേകിച്ച് വരാൻ പോകുന്നില്ല. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ചാനൽ സെക്ഷനിലേക്ക് ചെന്ന് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ അപ്ഡേറ്റ് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്ന പോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതല്ല. സോ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ചാനൽ സെക്ഷനിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വാട്സ്ആപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. താഴെ തന്ന 5 ചാനൽസ് ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.